AICC അംഗം സിമി റോസ്ബെൽ ജോണിന്റെ തുറന്നു പറച്ചിലിൽ കുടുങ്ങി സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം. കോൺഗ്രസിൽ കാസ്റ്റിംഗ് കൗച്ചും പവർ ഗ്രൂപ്പും ഉണ്ടെന്നായിരുന്നു സിമിയുടെ വെളിപ്പെടുത്തൽ. ആരോപണത്തെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ച KPCC പ്രസിഡന്റ് കെ സുധാകരൻ നിമിഷങ്ങൾക്കുള്ളിൽ മലക്കം മറിഞ്ഞു. എന്നാൽ AICC അംഗമായ വനിതാ നേതാവിനെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു. കോൺഗ്രസിൽ വനിതാ നേതാക്കൾ പീഡനം നേരിടുന്നുവെന്ന സിമി റോസ്ബെൽ ജോണിന്റെ പരാതി ചൂണ്ടിക്കാട്ടിയപ്പോൾ അന്വേഷിക്കുമെന്നായിരുന്നു KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ ആദ്യ പ്രതികരണം. അത് എന്തായാലും അത് ഞങ്ങൾ അന്വേഷിക്കും. എന്നോടേക്ക് ഒന്നും സൂചിപ്പിച്ചിട്ടില്ല. അത് ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾ പരിശോധിച്ചിട്ട് റിപ്പോർട്ടാക്കി തരാം. എന്നാൽ സെക്കൻഡുകൾക്കകം അദ്ദേഹം മലക്കം മറിഞ്ഞു. അന്വേഷണം ആരോപണം ഉന്നയിച്ച വനിതാ നേതാവിനെതിരെ എന്ന് തിരുത്തി. സിമി റോസ്ബെൽ പറഞ്ഞതിനെ കുറിച്ചിട്ട് മഹിളാ കോൺഗ്രസ് ഞങ്ങൾക്ക് പരാതി തന്നിട്ടുണ്ട്. ആ പരാതിയെ കുറിച്ചാണ് അന്വേഷിക്കുന്നത്. മനസ്സിലായോ? മഹിളാ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായി അവർ പറഞ്ഞ കുറേ കാര്യങ്ങൾക്ക് ഇവർ പരാതി തന്നിട്ടുണ്ട്. മഹിളാ കോൺഗ്രസ് അതാണ് അന്വേഷിക്കുന്നതെന്ന് പറയുന്നത്. മറ്റോ അന്വേഷിക്കാനൊന്നുമില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സിമി റോസ്ബെൽ ജോണിനെ രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു. AICC അംഗത്തിനെതിരെ ഒരു കോൺഗ്രസ് നേതാവിന് പറയാവുന്നതിനപ്പുറം സതീശൻ പറഞ്ഞു. CPM നേതാക്കളുമായി ഗൂഢാലോചന നടത്തി ഇപ്പോൾ പുറത്തിറക്കിയേക്കുന്ന ഒരു സാധനമാണ്. CPM നേതാക്കളുമായിട്ട് ഗൂഢാലോചന നടത്തിയിട്ട് CPMനെ സഹായിക്കാൻ വേണ്ടി ഇറക്കിയേക്കുന്ന ഒരു കുക്ക്ഡപ്പ് സ്റ്റോറിയാണിത്. വേറെ ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. അത് നിങ്ങൾ അവരുടെ ഞാനീ പറഞ്ഞ ആ ആളുടെ പശ്ചാത്തലം നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം. ഇതിനിടെ സിമി റോസ്ബെൽ ജോണിനെതിരെ പരാതിയുമായി മഹിളാ കോൺഗ്രസ് ഔദ്യോഗിക വിഭാഗം രംഗത്തെത്തി. നടപടി ആവശ്യപ്പെട്ടവർ KPCC നേതൃത്വത്തിന് കത്ത് നൽകുകയായിരുന്നു. VD സതീശന്റെ നേതൃത്വത്തിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും വനിതാ പ്രവർത്തകർ കാസ്റ്റിംഗ് കൗച്ചിന് വിധേയപ്പെടുന്നുവെന്നുമുള്ള മുതിർന്ന വനിതാ അംഗത്തിൻ്റെ പ്രസ്താവനയിൽ ഏക നിലപാടിലെത്താൻ നേതൃത്വത്തിന് കഴിയാത്ത സ്ഥിതിയായി. ഇതിനിടെ വിഷയത്തിൽ സതീശനെതിരെ കടുത്ത വിമർശനവുമായി DYFIയും രംഗത്തെത്തി. മറ്റുള്ളവരെ ധാർമ്മികത പഠിപ്പിക്കുന്ന പ്രതിപക്ഷ നേതാവ് സ്വന്തം പാർട്ടിയിലെ വനിതകളുടെ അവസ്ഥ മനസ്സിലാക്കണമെന്ന് DYFI ആവശ്യപ്പെട്ടു. കൈരളി ന്യൂസ്, കൊച്ചി.